കൂടി ചേരുകയാണ് ദേശിംഗനാടിൽ നിന്ന്. ഫിജി തോമസ്, എന്തൊക്കെയുണ്ട് പുതിയ അതിഥികൾ ആരൊക്കെയാണ്? ജിംഷാദ്, നമ്മൾ കലാമത്സരങ്ങൾ, കുട്ടികളുടെ കലാമത്സര പ്രകടനമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത അല്ലെങ്കിൽ കലാമത്സരങ്ങൾക്ക് അരങ്ങൊരുക്കിയ എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് താരങ്ങൾ നമ്മോടൊപ്പമുണ്ട്. ശ്രീ ജോസഫ് വിൽസണുണ്ട്, ഒപ്പം കൊല്ലം സുൽഫി. അവർ അതെ, കൊല്ലം സുൽഫി, അപ്പോൾ ജോസഫ് വിൽസൺ മിമിക്രി കലാകാരന്മാരാണ്. അവർക്ക് ഒരുപാട് പുരസ്കാരങ്ങളുടെ ചരിത്രമുണ്ട്. അവർക്ക് ഈ കുട്ടികളെയൊക്കെ ഒരുമാതിരി എന്താ പറയാ, ഇവരുടെയൊക്കെ പ്രകടനങ്ങൾ കണ്ടാണ് ഈ കുട്ടികൾ വളർന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തന്നെ പറയാം, ഒരു സമൂഹം വളർന്നത്, കലാകാരന്മാർ വളർന്നത്. എന്തായാലും എങ്ങനെയാണ് ചേട്ടാ, കേൾക്കുന്നുണ്ടോ? മൈക്ക് വെച്ചോളൂ. ഞാൻ കൊല്ലം ഫാത്തിമ കോളേജ് ലോ അക്കാഡമി പഠിച്ചു. കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിലും നാഷണൽ ലെവലിലായിട്ട് ഒരു 6-7 വർഷം തുടർച്ചയായിട്ട് മിമിക്രിക്ക് 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതുവരെ ആരും ആ റെക്കോർഡ് തിരുത്തിയിട്ടില്ല. സർവകലാശാല സ്കൂൾ യുവനോത്സവങ്ങളിലുള്ള ഒരു റെക്കോർഡ് സ്ഥാപിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷമുണ്ട്. കാലത്ത് ചാനലുകളും ഇതേപോലുള്ള ഒരുപാട് അവസരങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് എൻ്റെ എന്നറിയപ്പെടുന്ന ഒത്തിരി സിനിമാ രംഗത്തും ചാനലിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് താരങ്ങളെ എനിക്കും സുൽഫിക്കും ജോബിക്കൊപ്പം കൊണ്ടുവന്ന് ഒരുപാട് വേദികളിലൂടെ അവർക്ക് അനുഗ്രഹമായി മാറി. പിന്നെ അത് സിനിമാ സംവിധായകർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത അവരിന്ന് ഒരുപക്ഷെ അവരിവിടെ വന്നു കഴിഞ്ഞാൽ ഈ കൂടിയ ജനമെല്ലാം ഇന്ന് ഇവിടെ കൂടും. കാരണം അത്രയ്ക്ക് ഉന്നതരായിട്ടുള്ള സമൂഹത്തിലെല്ലാം അറിയപ്പെടുന്ന കലാകാരന്മാരാണ്. സിനിമാ താരങ്ങളും ചാനൽ താരങ്ങളും എല്ലാം ഇന്നലെയും ആശയങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ വാങ്ങി പോകുന്ന എൻ്റെ കുട്ടികളാണ്. അപ്പോൾ എത്രയ്ക്കായാലും എൻ്റെ നാടായതുകൊണ്ട് ഞാൻ ഈ കലോത്സവങ്ങളിൽ വന്ന് കാണുവാനും ഇവിടേക്ക് വന്നു സന്ദർശിക്കുവാനും കുട്ടികളുടെ പുതിയ ആവേശങ്ങളൊക്കെ കാണുവാനും പുത്തൻ കാലഘട്ടത്തിൻ്റെ യാന്ത്രികമായിട്ടുള്ള ഉയർച്ചകളും അതിൻ്റെ കാലഘട്ടങ്ങളിലുള്ള കുറവുകളൊക്കെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തെ കുട്ടികളൊക്കെ വളരെ ഭാഗ്യമുള്ളവരാണ്. ശബ്ദം, വെളിച്ചം, ക്രമങ്ങൾ, പ്രശസ്തിയിലേക്കും പണത്തിലേക്കൊക്കെ പെട്ടെന്ന് ഉയർത്തപ്പെടുത്താൻ കഴിയുന്ന അവസരങ്ങൾ ഒരുപക്ഷെ അന്ന് ഇതൊന്നുമില്ലാത്ത കാലത്ത് നേരിട്ട് ജനങ്ങളെ അഭിമുഖീകരിച്ച് മാത്രം വളർന്നു വന്ന ഒരുപാട് കലാകാരന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് വേദികളിൽ കൂടെ. സുൽഫി ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്, ജോബി, കോട്ടയം നാസീർ, ദിലീപ്, സുരാജ് ഒക്കെ ഒരുപാട്, സലികുമാറൊക്കെ ഒരു സമയത്ത് സർവകലാശാല പ്രതിഭകളായിരുന്ന ജോബിയുടെയും ജോസഫ് വിൽസൻ്റെയും സംഘത്തിലുണ്ടായിരുന്നെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് വരുന്ന കുട്ടികൾക്ക്, വളർന്നു വരുന്ന കുട്ടികൾക്ക് എല്ലാ നന്മകളും സ്നേഹങ്ങളും വാത്സല്യങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ. നമ്മളൊരു പ്രകാശത്തിന് നിഴലുകൾ ഉണ്ടാകുമ്പോൾ ആ നിഴലുകൾ നമ്മളെ വഴിഞ്ഞു മുറുക്കാതെ ഇപ്പോൾ കിട്ടുന്ന താൽക്കാലികമായ പ്രശസ്തിയോ ബഹളങ്ങളല്ല യഥാർത്ഥ കലയുടെ അടിവേരുകളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പഠിച്ചറിവുകളും തിരിച്ചറിവുകളും സമന്വയിപ്പിച്ചുകൊണ്ട് ഈ ബഹളങ്ങളെല്ലാം ഒതുങ്ങിക്കഴിയുമ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം അത് നിങ്ങളുടെ തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാൻ പ്രശസ്തിക്കും പണത്തിനൊക്കെ അപ്പുറം ഇതേപോലെ വന്ന് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. സർവലാവല്ലഭനായ ഒരു സർവേശ്വര ചൈതന്യം നമ്മളെ നയിക്കുന്നു. എങ്ങും തൊടാതെ കറങ്ങുന്ന ഈ ഭൂമിയിൽ നമ്മളെങ്ങും തെറിച്ചു പോകാതെ നിൽക്കുന്ന, അതിൽ കലാകാരരായി ജനിക്കുക എന്നുള്ള ആ മഹാഭാഗ്യത്തിന് ശരി. എന്തായാലും കുട്ടികളോട് ഒരുപാട് കാര്യങ്ങൾ ജോസഫ് വിൽസൺ ചേട്ടന് പറയാനുണ്ട്. അദ്ദേഹത്തെ കണ്ടു പഠിക്കാനുണ്ട്, അദ്ദേഹത്തെ കണ്ടു വളരാനുണ്ട്. ഓക്കെ, ഒരു പെർഫോമൻസിലേക്ക് പോയാലോ പെട്ടെന്ന് തന്നെ? അതെ, എന്റെ കൂടെ സുൽഫി ഉണ്ട്. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒന്ന് അനുഭവം പങ്കുവെച്ചു നമുക്ക് പെർഫോമൻസിലേക്ക് പോവാം. ഞാനും ജോസഫ് വിൽസണും ജോബിയും ചേർന്നാണ് ആദ്യമായിട്ട് ഒരു മിമിക് ട്രൂപ്പ് തന്നെ ഉണ്ടാക്കുന്നത്. കാരണം ഞങ്ങൾ മത്സരിക്കാൻ ആയിട്ട് പോകുമ്പോൾ, ഞാൻ ഫാത്തിമ കോളേജിലാണ് പഠിച്ചത്. അവിടുന്ന് മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയത് ജോസഫ് വിൽസനാണ്. എങ്കിലും അപ്പീൽ പോയിട്ട് ഞാനും ജോസഫ് വിൽസനും മത്സരിക്കാൻ ചെല്ലുമ്പോൾ ജോബിയും കാണും. ഞാൻ മോണോ ആക്ടിനാണ് മത്സരിക്കുന്നത്. അപ്പോൾ പത്രക്കാരൊക്കെ വന്ന്, അന്ന് ചാനലില്ല, പത്രക്കാരൊക്കെ വന്ന് ഫോട്ടോ ജോബിയുടെയൊക്കെ എടുക്കുമ്പോൾ ഞങ്ങൾ കൗതുകത്തോടു കൂടിയാണ് നോക്കിയിരിക്കുന്നത്. അതുപോലെ ജോസഫ് വിൽസൻ്റെയും. കാരണം ഇവരൊക്കെ തുടർച്ചയായിട്ട്
മിമിക്രിക്ക് ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അന്ന് ചാനലില്ലെങ്കിൽ കേരളത്തിലാദ്യമായി ദൂരദർശൻ ഉടപ്പനമൂടിൽ കുന്നി തുടങ്ങിയപ്പോൾ ആദ്യമായി ഈ വെട്ടിപ്പെട്ടിന്ന് അന്ന് പറയുന്ന ചാനലിൽ ഞാനും ജോസഫ് വിൽസനും ജോബിയും ചേർന്നാണ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അന്ന് ഞങ്ങൾക്ക് അവതരിപ്പിച്ച വിഷയമെന്ന് വെച്ചാൽ ഇറാഖ്, കുവൈറ്റ്, അമേരിക്ക യുദ്ധ കാലഘട്ടമാണ്. ഞങ്ങൾ ആ വിഷയമെടുത്താണ് അന്ന് ചെയ്തത്. കുവൈറ്റായിട്ടൊരു പെണ്ണും സദ്ദാം ഹുസൈൻ ഇറാഖ് ആയിട്ട് KP ഉമ്മറും രക്ഷിക്കാൻ വരുന്നത് പ്രേം നസീറുമായിട്ടുള്ള. ശരി, അത് ചരിത്രമാണ്. എന്തായാലും ചേട്ടാ, നമുക്ക് ഒരുപാട് പറയാൻ നേരമില്ല, തത്സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ പെർഫോമൻസിലേക്ക് പെട്ടെന്ന് പോകാം. എന്തായാലും ഈ വിഡ്ഢിപ്പെട്ടി എന്നൊന്നും ടെലിവിഷനെ പറയല്ലോ കേട്ടോ, എന്നാ പറയാ, ഞങ്ങളുടെ ചോറാണ്. ആ കാലഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞിരുന്നു. ശരിയാണ്. നമുക്ക് ആ പെർഫോമൻസിലേക്ക് പോകാം പെട്ടെന്ന്. രണ്ടുപേർക്ക് മൈക്ക് തരാം. അല്ലെ, ഒരു ഹലോ. കാലഘട്ടത്തിന്റെ കാര്യം പറയുമ്പോഴാണ്, കാലത്തിന് അങ്ങനെ ഒരു ഘട്ടമില്ല. പ്രകൃതിക്കും ശബ്ദങ്ങൾക്കും അതിൻ്റെ സൃഷ്ടാവ് മാറ്റം വരുത്തുന്നതുവരെ ശബ്ദങ്ങളെന്നും ശബ്ദങ്ങളായിരിക്കും. അത് അതിൻ്റേതായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ, വിശേഷിച്ച് പ്രകൃതിയിൽ ഈ ഒരു ഇടിമുഴക്കം നമ്മുടെ മനസ്സിനെ ഞെട്ടിക്കുമ്പോഴും അതിനേക്കാൾ മധുരതരമായ ഒരു കുളിർ തെന്നൽ നമ്മളെ തഴുകിയെത്താറുണ്ട്. ഇടിയും മഴയുമായി ഒരുമിക്കുമ്പോൾ അതിനെ മഹാഗുരു വര്യന്മാർ ഓംകാരമായി കൽപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു മഴത്തുള്ളിയുടെ ശബ്ദം ഈ ഇടിമുഴക്കം പോലെ തന്നെ നമ്മുടെ മനസ്സിന് ആനന്ദം നൽകുന്നതാണ്. അങ്ങനെ ആ ശബ്ദങ്ങളുടെ നിരവധി പരിണാമങ്ങളിലൂടെയാണ് ഒടുവിൽ ഒത്തിരി ശബ്ദങ്ങൾ ഒരുമിച്ച് ഭൂമിയിലേക്ക് പുറപ്പെട്ടത്. ഈ ശബ്ദങ്ങളെല്ലാം ഒടുവിൽ പരിണമിച്ച് അവസാനിച്ചത് ഒരു മനുഷ്യ ശിശുവിന്റെ ശബ്ദത്തിലായിരുന്നു. ഈ കുഞ്ഞിനെ പോലും ഉറക്കി കിടത്തേണ്ടുന്ന സംഗീതത്തിന്റെ മഹാത്മ്യം, ഈ ചുറ്റും കേൾക്കുന്ന മഹാസംഗീതങ്ങളെല്ലാം ആദ്യമായി ഉത്ഭവിച്ചത് താരാട്ടുപാട്ടിന്റെ ഈണത്തിലായിരുന്നു. ശാഠ്യം പിടിച്ച് കരയുന്ന ഒരു കുഞ്ഞിനെ ഒരമ്മ താരാട്ടുപാട്ടി ഉറക്കുമ്പോഴും എന്റെ പൊന്നുമോ കരയില്ലടാ, കുറേക്കും പാല് കുടിക്കേണ്ട കണ്ണനല്ലേ. ഈ ശബ്ദങ്ങളെല്ലാം പിന്നെ സംഗീത ഉപകരണങ്ങളുടെ ശബ്ദമായി. അപ്പുറത്ത് കേൾക്കുന്ന ബാൻഡും ഇപ്പുറത്ത് കേൾക്കുന്ന തകിലും ഒക്കെ നമ്മുടെ ഒരു കതിർ മണ്ഡപത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. അവിടെ കേൾക്കുന്ന തകിലും പാശ്ചാത്യ ദേവികൾക്ക് അപ്പുറമുള്ള നമ്മുടെ ഭാരതീയ സംഗീത ഉപകരണങ്ങളുടെ ഉജ്ജ്വല ശബ്ദം.
ഈ നാദസ്വരം ഒക്കെ ഇന്ന് പകരം ഇന്ന് പാശ്ചാത്യതയുടെ അരങ്ങേറ്റത്തിലുള്ള മഹാശബ്ദങ്ങളായി ചുറ്റും കേൾക്കുന്നത് ഒരു മിമിക്രിയായി വരുമ്പോഴും കോലാഹലങ്ങൾക്കിടയിൽ നിന്ന് ഒരു സിനിമാ താരത്തിന്റെ ശബ്ദങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. സുൽഫി എത്തുന്നു. ജോസഫ് വിൽസണും ജോബിയും ഞാനും അന്ന് ചെയ്യുമ്പോൾ സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്തത് ഞാനായിരുന്നു. ചേട്ടാ പെട്ടെന്ന് ഒരു പെർഫോമൻസിലേക്ക് പോകാം, നമുക്ക് സമയം പോകുന്നു. ശബ്ദമാണ് അന്ന് കേരളത്തിൽ ആദ്യമായി ഞാനാണ് അവതരിപ്പിക്കുന്നത്. അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഈ സൗണ്ടിൻ്റെയൊക്കെ ഇടയിൽ ഞാനൊന്ന് അവതരിപ്പിക്കുന്നു. പെട്ടെന്ന് ആറാം തമ്പുരാനിലെ ഒരു ശബ്ദം. കൂടും കൂട്ടും ശബ്ദം കാരണം എനിക്ക് ശരി എന്നാ പിന്നെ ചെയ്യാം. അത് എന്നാന്നറിയോ അജിംഷാദ്, അപ്പുറത്തും ഇപ്പുറത്തും വലിയ ശബ്ദങ്ങൾ പെർഫോമൻസിലേക്ക് പോകാനാകുന്നില്ല, നമുക്ക് മനസ്സിലാവും. എന്തായിരുന്നാലും നമുക്ക് ഒരു ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം ഫിജി ഒന്ന് ഇടവേളയിലേക്ക് പോയതിനു ശേഷം തിരിച്ചെത്താം.